ഒലിവേരി തോട്ടിമുളയിൽ നിന്നും വെട്ടിയുണ്ടാക്കിയ തോട്ടിയും താങ്ങി പറമ്പിലൂടെ നടന്നു നീങ്ങി. ഉദ്ദേശം നല്ലത് മാത്രം. നമ്മുടെ പറമ്പിൽ ബബ്ലൂസ് നാരങ്ങ പഴുത്തു നിൽക്കുന്നു. അതൊന്ന് പറിച്ചെടുക്കണം. ഈ ബബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല. ബബ്ലൂസ് നാരങ്ങയ്ക്ക് വേറെന്തെങ്കിലും പേരുണ്ടോ എന്തോ അതും അറിയില്ല. ഇലക്ട്രിക് കമ്പികളിലൂടെ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ബബ്ലൂസ് നാരങ്ങയുടെ മരം എൻ്റെ അടുത്ത്. ശ്രദ്ധിച്ചു വന്നില്ലെങ്കിൽ ഷോക്കടി കിട്ടുവേ എന്നൊരു മുന്നറിയിപ്പ് തന്നു. ബബ്ലൂസ് നാരങ്ങയെ നോട്ടമിട്ട് മേൽപോട്ട് നോക്കി നടക്കുന്ന പെണ്ണെ, നോക്കി എന്നെ തൊട്ടില്ലെങ്കിൽ തെറിപ്പിച്ചു കളയും എന്ന ഭാവത്തിൽ എന്നെ നോക്കുന്നു ഈ മരം. എന്തായാലും മെനക്കെട്ട് വന്നതല്ലേ, പറിച്ചെടുത്തിട്ട് തന്നെ കാര്യം. വളരെ ശ്രദ്ധയോടെ ഇലക്ട്രിക് ലൈനിൽ മുട്ടാതെ ഒരു കുലയിൽ തൂങ്ങി നിന്ന 2 ബബ്ലൂസ് നാരങ്ങകളെ പറിച്ചു താഴെയിട്ടു. കുലയിൽ പിടിച്ചു തൂങ്ങി നിന്ന ഇവർ പാകത്തിന് പഴുത്തിട്ടുണ്ട്. ഇവരെ കാണുമ്പോൾ ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ തോന്നിയില്ലേ? ഓ, ഇവരിനിയിപ്പോൾ അളിയന്മാരാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും സംഗതി നമ്മുടെ കയ്യിൽ കിട്ടി. കാര്യനിർവഹണത്തിന് ശേഷം വെറുതെ പറമ്പിലൂടെ നടന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് നല്ല മണം. കാപ്പിച്ചെടികളെല്ലാം പൂത്ത് കായ്കളായി നിൽക്കുന്നു. കുറേ കാപ്പിക്കുരുകൾ ഉണങ്ങി പറിക്കാൻ പാകമായിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ നിന്ന് കൊഴിഞ്ഞു പോവുകയുള്ളൂ. ഞങ്ങൾ പറിച്ചെടുക്കാറൊന്നുമില്ല. കാപ്പിക്കുരു മാർക്കറ്റിൽ കൊടുത്താൽ വിലയൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾക്കിവിടെ കാപ്പിച്ചെടികൾ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ മെനക്കെടാറുമില്ല. പണ്ടൊക്കെ വീട്ടാവശ്യത്തിനുള്ള കാപ്പിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാറുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കാപ്പിപ്പൊടി ഉപയോഗിക്കാത്ത കാരണം വീട്ടാവശ്യത്തിന് പോലും പൊടിപ്പിക്കാറില്ല. പൂക്കും കായ്ക്കും കൊഴിയും, അത് തന്നെ ഇവിടെ പതിവ്. അയ്യോ, വിഷയം മാറി. അപ്പോൾ നമ്മുടെ ബബ്ലൂസ് നാരങ്ങയാണല്ലോ ഇന്നത്തെ വിഷയം. അത് മരത്തിൽ നിന്ന് തന്നെ പഴുത്തിട്ടാണല്ലോ പറിച്ചെടുത്തത്. ഇനി അത് മുറിച്ചെടുത്ത് കഴിക്കേണ്ട പണിയേ ഉള്ളൂ. നാരങ്ങയുടെ മുകളിലെയും താഴെയുള്ള തൊണ്ട് അരിഞ്ഞു മാറ്റട്ടെ. ഇങ്ങനെ കാണുമ്പോൾ കട്ടി തോന്നുന്നുണ്ടെങ്കിലും അധികം ബലമൊന്നുമില്ല ഇതിൻ്റെ തൊണ്ടിന്. മുകളിലെയും താഴെയുമുള്ള തൊണ്ട് കളഞ്ഞാൽ തന്നെ മുകളിലുള്ള ചുളയുടെ ഷേപ്പൊക്കെ കാണാൻ പറ്റും. അതിനനുസരിച്ച് ചുളയിൽ കൊള്ളാതെ ബാക്കി തൊണ്ട് മുറിച്ചു മാറ്റാം. അതിനകത്ത് പഞ്ഞിക്കെട്ട് പോലുള്ള ഒരാവരണം കൂടി കാണാം. ആ ആവരണവും തൊണ്ടിൻ്റെ കട്ടിയും കാരണം എത്ര മുകളിൽ നിന്ന് വീണാലും ഈ പുള്ളിക്കാർക്ക് വലിയ പരുക്കൊന്നും പറ്റാറില്ല. മുകളിലുള്ള ആവരണങ്ങൾ മാറ്റിയാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനെ അടർത്തി മാറ്റുകയോ കത്തി കൊണ്ട് മുറിച്ചോ എടുത്താൽ ഇതാ ഇങ്ങനെയിരിക്കും. ഇതിനകത്ത് നല്ല ഡാർക്ക് പിങ്ക് നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ആയിരിക്കും ഉൾവശം. ഓറഞ്ചിൻ്റെ അല്ലികൾ പോലെ തന്നെ വലിപ്പം കൂടുതലാണെന്നേ ഉള്ളൂ. ഓറഞ്ചിൻ്റെ അല്ലികൾ അടർത്തിയെടുക്കുന്ന പോലെ എടുത്ത് അതിൻ്റെ തോലും കളഞ്ഞ് കഴിക്കാം. ഇത് കുറച്ച് മധുരമുണ്ട്. ഇവിടെ 2 മരങ്ങളുണ്ട്. ഒന്ന് നല്ല മധുരമുള്ളതും വേറൊന്ന് തീരെ മധുരമില്ലാത്തതും. ഇതിന് മധുരവും ചെറിയ കയ്പും ചെറിയ ചവർപ്പും ഒക്കെയാണ്. സത്യം പറയാലോ, എനിക്കിത് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. എങ്കിലും ചുമ്മാ കഴിക്കും. പിള്ളേർ ഈ അല്ലികളിലൊക്കെ ഉപ്പും മുളകൊക്കെ തിരുമ്മി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ.